എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോ ഇന്ന് ചേച്ചിയുടെ ഒരു നല്ല റോള് ചെയ്ത ഒരു മൂവി ഇറങ്ങി. പിന്നെ ആ മൂവി ഇറങ്ങുന്ന അന്ന് പ്രസ് മീറ്റിന്റെ അന്ന് ഒരു അമ്മയും മോളുമായിട്ട് നമ്മളെ അനാർക്കലി ആയിട്ട് ഒരു പോസ്റ്റ് കണ്ടിരുന്നു. എന്താണ്? ഒന്നുമില്ല, ഞങ്ങൾ ചുമ്മാ വീട്ടിലിങ്ങനെ തമാശയൊക്കെ പറഞ്ഞു. എപ്പോഴും അവളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അവളെ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ ചുമ്മാ പറയും. ഒരു 5-6 ഉള്ളൂ, ഞാനൊരു 20 സിനിമയോളം അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. അതിനുവേണ്ടി ഞാൻ ഇറങ്ങാൻ ഒരു സെൽഫി എടുക്കട്ടെ. വീട്ടിലത്തെ നമ്മുടെ അനാർക്കലിയും പുറത്തുള്ള അനാർക്കലിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വീട്ടിലുള്ള അനാർക്കലി ഒരു പാവം കുട്ടിയാണ്, ഭയങ്കര ഇതൊക്കെയാ. പക്ഷെ പുറത്ത് ഭയങ്കര ബോൾഡാണ് അവിടെ. ഒക്കെ പറയുന്നത് കാണുമ്പോ എനിക്ക്, ഞങ്ങളുടെ ദുബായിലൊക്കെ പോയി, ഭയങ്കര അവർക്ക് കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയും. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയമാണ് അത് കാണുന്നത്. അത്രയും മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാല് ഈ കുട്ടികൾ വളരുന്നത് അതൊരു പരിധി വരെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ അമ്മയുടെ ഒരു പുറത്ത്, അതായത് പുറത്തുള്ള സാമൂഹികപരമായിട്ട് കുറെ കാര്യങ്ങളിൽ ഇടപെടുകയും അതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ധൈര്യം കണ്ട് ശീലിച്ചതുകൊണ്ടായിരിക്കില്ലേ? അതുണ്ടാവും, അത് ഉറപ്പായിട്ടുണ്ടാവും. കാരണം നമ്മള് വീട്ടില് നമ്മളുടെ രീതികളും നമ്മൾ ഇടപെടുന്നതും ഒക്കെ കണ്ടിട്ടാവും. പക്ഷെ അവള് സത്യം പറഞ്ഞാൽ എന്നെക്കാളും നല്ല ബോൾഡായിട്ടുള്ള ഒരാളാണ്. പിന്നെ ഭയങ്കര ഒരു എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്ന ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുള്ളതായിട്ടുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ അതാണ് നല്ലത്. കാരണം നമ്മൾ ആരാണെന്ന് നമ്മൾ ആരാണെന്നുള്ളത് അറിയുന്നത് തന്നെയാണ്. അപ്പൊ ലാൽ ചേച്ചിക്കാണെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്ത് വന്നാലും നേരിടാൻ തയ്യാറാണ്. ഓക്കെ, അപ്പൊ അതുപോട്ടെ, നമ്മുടെ സിനിമയിൽ ഇനിയുള്ള ഏതൊക്കെ പ്രൊജക്റ്റാ ഉള്ളത്? ഇപ്പൊ അടുത്ത ആഴ്ച ഓസ്ലർ എബ്രഹാം ഇറങ്ങുന്നുണ്ട്. അതില് നല്ല റോളാണ്. പിന്നെ റോള് ഞാൻ പറയുന്നില്ല, ഇതുപോലെ സസ്പെൻസ് ആണ്. പക്ഷെ നല്ല റോളാണ്. ഓക്കെ, പിന്നെ അനാർക്കലിക്കോ? അനാർക്കലിയുടെ ഇന്ന് വരാൻ ഇന്ന് അവളുടെ ഷൂട്ടിംഗ് തുടങ്ങി. ഷൂട്ടിംഗ് തുടങ്ങി. കഴിഞ്ഞ ദിവസം തുടങ്ങി, പൂജ കഴിഞ്ഞു. ഇന്നാണ് അവളുടെ സീൻ ഇന്നാണ്. ഓക്കെ, വീട്ടിൽ ഇങ്ങനെ ചർച്ച ചെയ്യോ പുതിയ സിനിമ വരുമ്പോഴും? അതുപോലെ എന്താണ് സ്റ്റോറി, അതിന്റെ ഏതൊക്കെ രീതിയിൽ അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? രണ്ടുപേരും നല്ലപോലെ ഞങ്ങള് രണ്ടുപേരും സംസാരിക്കാറുണ്ട് സിനിമയെ കുറിച്ച്. ഞാൻ പിന്നെ അങ്ങനെ കഥകളെ കുറിച്ചിട്ടൊന്നും ഇത്രയും നാളും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇങ്ങനെ പറയും ഞാനങ്ങ് ഓക്കെ. കാരണം ആദ്യമായിട്ട് ഇത്രയും വലിയൊരു സിനിമയിൽ അഭിനയിക്കുന്നത്. സാധാരണ ഒരു 2 ദിവസത്തെ അമ്മയായിട്ട് ഇങ്ങനെ പറയുന്നത് നമ്മൾ പിന്നെ കഥയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അനാർക്കലി നല്ലതുപോലെ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ. ഓക്കെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെഫറൻസ് കൈമാറാറുണ്ട്. അതായത് ഇപ്പൊ ഒരാൾ ഇന്ന ക്യാരക്ടറിനെ പറ്റിയത് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ മോള് അങ്ങനെ പറഞ്ഞ് ചെയ്യാറുണ്ടോ? പിന്നെ അങ്ങനെ ഇപ്പൊ ഞാൻ ഈയിടെ ഇത് കണ്ടപ്പോൾ ആന്റണി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റിയ റോളായിരുന്നു മറ്റേ കല്യാണി നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ പുതിയ സിനിമ കിട്ടുമ്പം അവളുമായിട്ട് സംസാരിക്കുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു, പക്ഷെ എന്നോട് കഥയൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ താങ്ക്സ് ഉണ്ട്. അപ്പൊ രണ്ടുപേർക്കും സിനിമയിൽ നല്ല 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 വേഷങ്ങൾ കിട്ടട്ടെ, തിരക്കുള്ളവരായി മാറട്ടെ, വീട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നല്ല അടിപൊളിയായിട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു.